പെരുമ്പാവൂരിൽ 70 കിലോ കഞ്ചാവുമായി 5 പേർ അറസ്റ്റിലായി. ഒഡീഷ സ്വദേശികളാണ് പിടിയിലായത്. വാഴക്കുളം കീൻപടിയിൽ നിന്നാണ് ഇവർ പിടിയിലായത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായിട്ടുണ്ട്. പ്രദീപ്, ഇവർ എങ്ങനെയാണ് പിടിയിലാകുന്നത്? ആലുവയിലും പെരുമ്പാവൂരിലുമായി രണ്ട് സംഭവങ്ങളായി 73 കിലോ കഞ്ചാവാണ് പിടിയിലായിരിക്കുന്നത്. 70 കിലോ കഞ്ചാവുമായി 5 പേരെയാണ് പെരുമ്പാവൂരിനടുത്ത് വാഴക്കുളത്ത് നിന്ന് പിടിയിലായത്. ഒഡീഷ സ്വദേശികളാണ് ഈ 5 പേരും. ഇവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് കേരളത്തിൽ എത്തിച്ച് ചെറു പാക്കറ്റുകളായി വിതരണം ചെയ്ത് വിൽപ്പന നടത്തുന്നവരാണ് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. തടീട്ടുപറമ്പ് ലോക്കൽ പോലീസിൻ്റെയും ഡാൻസ് സ്റ്റാഫ് ടീമിൻ്റെയും നേതൃത്വത്തിലാണ് ഇവരെ പിടികൂടിയത്. പിടിയിലാകുമ്പോൾ ഇവരുടെ ബാഗുകളിൽ വലിയ തോതിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു. അതായത് 5 പേരിൽ നിന്നായി 70 കിലോ കഞ്ചാവ് പിടിച്ചു എന്ന് പറയുമ്പോൾ ശരാശരി 14 കിലോ കഞ്ചാവ് ഒരാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ പൊതികൾ എന്ന് പറഞ്ഞത്. അതേസമയം ഇവർക്ക് പിന്നിൽ, ഇവരുടെ വിൽപ്പനയ്ക്ക് പിന്നിൽ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നു. ഇതേക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്. കൂടാതെ ആലുവയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് 2 ഒഡീഷ സ്വദേശികളായ യുവതികളെ 3 കിലോ കഞ്ചാവുമായി പിടികൂടിയത്. ഇവരും ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് ഇവിടെ വിൽപ്പന നടത്തുന്നതിന് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൈമാറുന്നതിന് വേണ്ടിയാണ് എന്നാണ് കരുതുന്നത്. ഈ 2 സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നു. റൂറൽ SP-യുടെ കീഴിലുള്ള പോലീസും ഡാൻസ് സ്റ്റാഫ് ടീമും ചേർന്നാണ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒഡീഷ സ്വദേശിനികളായ 2 യുവതികളെ കഞ്ചാവുമായി പിടികൂടിയത്. ഇവരുടെയും ബാഗിലായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. ശരി, പ്രദീപ് ജോസഫ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. 70 കിലോ കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്.